ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. എൻ്റെ സൗണ്ട് ചെറുങ്ങനെ പോയിട്ടുള്ളത് പനിയൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പോൺസിൻ്റെ ഒരു മോയ്സ്ചറൈസർ ഇട്ടു. അതിനുശേഷം മമ്മാരത്തിൻ്റെ ഒരു ലിപ് ബാമും കൂടി കൊടുത്തു. അതിനുശേഷം പിന്നെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കുകയാണ്. അപ്പം ഇത് സൺസ്ക്രീൻ ജെല്ലാണ്, അതും ഡോക്ടർ റാഷിൻ്റെ അടിപൊളി സൺസ്ക്രീനാണ്. അതിനുശേഷം അത് നല്ലപോലെ മസാജ് ചെയ്ത് വൈറ്റ് കാസ്റ്റ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലപോലെ പ്രൊട്ടക്ഷൻ കിട്ടും. അതിനുശേഷം എൻ്റെ ഒരു ലിപ് ഗ്ലോസ് ഇട്ട് കൊടുത്തു. ഈ ഗ്ലോസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഡാസ്ലറിൻ്റെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ഗ്ലോസിൻ്റെ മുകളിൽ ഈ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ എനിക്ക് നല്ലൊരു അടിപൊളി ഷെയ്ഡ് കിട്ടുന്നുണ്ട്. എന്തോ എനിക്ക് കുറച്ച് ദിവസങ്ങളായി ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലൊരു ഷെയ്ഡാണ് കിട്ടുക. ഇപ്പോൾ വീഡിയോയിൽ തന്നെ കാണുന്നുണ്ട്, നേരിട്ട് കാണുമ്പോൾ ഇതിനേക്കാളും നന്നായിട്ട് ഉണ്ടാവും. അത് മാത്രമല്ല ഡ്രൈ ആയിട്ടും ഉണ്ടാവില്ല, നല്ല മോയ്സ്ചേർഡ് ആയിട്ടുണ്ടാവും. അതുപോലെ തന്നെ നല്ലൊരു ഷെയ്ഡാണ് കാണാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഐബ്രോ സെറ്റ് ചെയ്യുകയാണ്. ഇത് ഞാൻ ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഞാൻ സെറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഐബ്രോ ജെല്ലും ഐബ്രോ പൗഡറും കൂടിയിട്ട്, ഇത് മിലാന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഐബ്രോ ജെല്ലാണ്. നല്ല ജെല്ലാണ്, വാട്ടർ പ്രൂഫാണ്, വേഗമൊന്നും പോവില്ല. കയ്യിനെ കൊണ്ടൊക്കെ ഇങ്ങനെ നമ്മൾ അറിയാണ്ടൊക്കെ മുഖത്ത് ടച്ച് ചെയ്തോ തുടച്ചു പോകും, അങ്ങനെ ചെയ്താലൊന്നും പോകില്ല. അതിന് ശേഷം ഞാൻ സ്വിസ് ബ്യൂട്ടീൻ്റെ ഐബ്രോ പാലറ്റ് വെച്ചിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുകയെന്ന്. അപ്പം നല്ലപോലെ ഐബ്രോ എടുത്ത് കാണിക്കുകയും ചെയ്യും, എന്നാൽ നല്ലൊരു രസത്ത് കിടക്കുകയും ചെയ്യും. ഒരു ബോൾഡായിട്ടുള്ളൊരു നല്ലൊരു ലുക്ക് കിട്ടും. അതുപോലെ തന്നെ പോകില്ല, എത്രയോ ഒരു 10 മണിക്കൂറിനൊക്കെ മുകളിൽ എന്തായാലും നിൽക്കും. അപ്പം അതിന് ശേഷം ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുത്തു. പിന്നെ ഇത് ഏതാ ബ്രാൻഡ് എനിക്ക് ഓർമ്മയില്ല. നല്ലൊരു ഷെയ്ഡാണ്, പക്ഷേങ്കിൽ ഭയങ്കരമായിട്ട് വേഗം ഡ്രൈ ആവും. കുറേ സമയമൊന്നും വേണ്ട ഡ്രൈ ആവാൻ വേണ്ടി, പെട്ടെന്ന് ഡ്രൈ ആവും. പിന്നെ ഞാൻ ഒരു ചന്ദനം കൂടി തൊട്ട് കൊടുത്തു. അപ്പം ലുക്ക് ഇത്രയേ ഉള്ളൂ, അത് കംപ്ലീറ്റ് ആയി. പിന്നെ എനിക്ക് മുടി കെട്ടാനായിരുന്നു ഒരു ഡൗട്ട് ഉണ്ടായത്. ഞാനിപ്പം ഇതുപോലെയൊക്കെ അയച്ചിട്ട് ലൂസായിട്ടിടുന്നതൊക്കെ കുറവാണ്, എപ്പോഴും ടൈ ചെയ്ത് വെക്കുകയെ. പിന്നെ ഇന്നിപ്പോൾ ഞാൻ കുളിച്ചു, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ലൂസായിട്ട് കെട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആക്സസറി ആയിട്ട് മാലയുണ്ട്, കയ്യിൽ ഞാൻ ഒരു ചെയിനും, പിന്നെ ഞാൻ എൻ്റെ ഒരു വാച്ചും ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിത് പുതിയതായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഡ്രസ്സാണ്, അപ്പോൾ അതും കൂടി ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. പിന്നെ ഞാൻ നേരെ ബസ് സ്റ്റോപ്പിലേക്ക് വിടുകയാണ്. സൺ എന്നെ ഭയങ്കരമായി കിസ് ചെയ്യുന്നുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ ആ വീഡിയോ കൂടി എടുത്തതേ ഉള്ളൂ. ബൈ.